നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് കോയമ്പത്തൂർ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് രാവിലെ ഇറങ്ങി ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഒരു ചേട്ടൻ ഫണ്ടിൽ പോകുന്നുണ്ട്. ചേട്ടൻ ഞായറാഴ്ച കൊണ്ട് ലീവാണ്. ചേട്ടൻ വീട്ടിൽ കയറി പോയി. ഇവിടുത്തെ കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ മുമ്പ് ഒരു പാർക്കുണ്ട്. പാർക്കിൽ പോകണം, അടിപൊളി പാർക്കാന്നൊക്കെ പറഞ്ഞു. ഒന്ന് പോയി കണ്ട് ഒന്ന് നോക്കണം. ഇതാണ് ഇവിടുത്തെ വീടുകളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ചെറിയ ഇടവഴികളും ഒരു അടുത്തടുത്ത് വീടുകൾ, വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ ദൈവത്തിൻ്റെയൊക്കെ ഫോട്ടോ, അങ്ങനെയാണ് വീടൊക്കെ വരുന്നത്. ഇവിടുത്തെ വണ്ടിയാണ് ഗൈസ്, ചെറിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. ഗാർഡൻ, ഈ വീട്ടിൽ കുറേ പൂക്കളൊക്കെ ഉണ്ട്. അടിപൊളി ഗാർഡനൊക്കെ ആയിട്ടുള്ള അടിപൊളി സെറ്റപ്പാണ്. എന്ത് രസമല്ലേ. പിന്നെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട് എല്ലാ സ്ഥലവും. ഒരു ഈ സ്ഥലം കാട് പിടി, പണ്ട് വീടങ്ങളുണ്ടായ സ്ഥലമാണിത്. അപ്പോൾ അടിച്ച് നിരത്തി കാടാക്കി. കണ്ട കേസ് ഇവിടെ പാർക്ക് ചെയ്യുന്ന സ്ഥലമല്ലേ കേസ്. കൊണ്ട് ബൈക്കാണെങ്കിലും ഈ ചെറിയ ഗ്യാപ്പിൽ തന്നെ ആ വീടിൻ്റെ മുന്നിൽ നിർത്തുകയാണ്. കണ്ടോ, ചെറിയ സ്ഥലമുള്ളൂ. ആ സൈഡിൽ ഇങ്ങനെ നിർത്തി വെച്ചിട്ട് അവർ പോവും. ഇതിനോട് കള്ളന്മാരുടെ ശല്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് പേടിക്കണ്ട. CCTV ഒന്നുമില്ല, കൊണ്ടുപോയി തന്നെയാണ്. അതുകൊണ്ട് അത് നിർത്തിയിട്ടിട്ട് അവർ പോകും. അവർക്ക് ഒരു വിശ്വാസം. 2 വഴി പോകുന്നുണ്ട് കേസ്. ഇതിലെ പോകുന്നതാണ്. റൈറ്റിൽ കൂടെ പോയാൽ വേണ്ട, നമുക്ക് ലെഫ്റ്റ് പിടിക്കാം. ലെഫ്റ്റിൽ കൂടെ സ്ട്രൈറ്റ് പിടിക്കാം. റെഡ് സ്കൂട്ടി പോകുന്നുണ്ട് ഗൈസ്. ഇതൊരു വല്യപ്പൻ മുന്നിൽ കൂടെ നടന്നു പോകുന്നുണ്ട്. വല്യപ്പൻ പൂസാണോ? അല്ല വല്യപ്പൻ നോർമലി പോകുന്നത്. ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. കുറേ പേര് പുറത്തൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഗൈസ് ഇത് റേഷനാണ്. റേഷൻ വീട്ടിലേക്ക് എന്താ അവിടെ പോയി വാങ്ങാൻ പറ്റാത്തവർക്ക് വീട്ടിലെത്തിച്ചു കൊടുക്കും. അതിനവർ ചെറിയ ഫണ്ട് മേടിക്കും. ഒരു സർവീസ് ചാർജ് മേടിച്ച് ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകും. പിന്നെ ഇത് അമ്പലമാണ്, പഴയൊരു അമ്പലമാണ്. ഇത് ഇവിടുത്തെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ്. ഇത് ഗൈസ് ഇവിടെ അമ്പലം കണ്ടോ ഗൈസ്. അമ്പലത്തിൻ്റെ കോയിൽ എന്നാണ് പറയുക തമിഴിൽ. അമ്പലമാണത്. അമ്പലം പരിസരം. ഒരു മരത്തിനങ്ങ് വെട്ടി ഗൈസ്. അങ്ങോട്ട് തളമ്പ്. സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ലീവാണ്. അപ്പോൾ നാട്ടുകാരൊക്കെ ചേർന്ന് മരം അങ്ങ് വെട്ടി വേറെന്തോ പരിപാടിയാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ പരിപാടി നോക്കാം. ഇതൊരു വർക്ക്ഷോപ്പാണ് ഗൈസ്. ഇവിടെ കുറേ പഴയ വണ്ടികളൊക്കെ ഉണ്ട്. അവിടെ വർക്ക്ഷോപ്പിൻ്റെ മുന്നിലാണ് ഒരു കുതിരനെ, വർക്ക്ഷോപ്പിന് മുന്നിൽ ഒരു കുതിരനെ ഡ്രിം ചെയ്യുന്നുണ്ട് ഗൈസ്. ഡ്രിം ചെയ്ത് അതിനെ കുട്ടപ്പനാക്കുന്നുണ്ട്. അത് മേലത്തെ മുടി മാത്രം വെച്ച് ഡ്രിം ചെയ്യാണ്. കുതിരേൻ്റെ ഒരു അവസ്ഥ, കുതിര കിളി പോയി നിൽക്കുക. കുതിരേൻ്റെ മൂക്കിൽ കൂടെ മറ്റേ കയറിട്ടിട്ട് പിടിച്ചു വെച്ചിരിക്കുക, അനങ്ങാണ്ടിരിക്കാൻ വേണ്ടി. എന്നിട്ട് ആ ചേട്ടൻ്റെ പ്രൊഫഷണലാണ്. ചേട്ടൻ ഇന്നത് ഡ്രിം ചെയ്ത് സെറ്റപ്പാക്കി വെച്ചിരിക്കുക. അതിൻ്റെ മുടിയുണ്ടല്ലോ, അതിൻ്റെ മുടി ഇങ്ങനെ പറക്കും കഴിച്ചു. അതിപ്പോൾ എന്താ പറയുക, ഡ്രിം ചെയ്യുന്നതിൻ്റെ മുടി ഇങ്ങനെ കാര്യത്തിൽ പറന്നു വരുന്നുണ്ട്. അവിടെ ഞാൻ മാറി നിൽക്കുന്നത്. ആ മൂക്കിലോട്ട് കയറി കഴിഞ്ഞാൽ പണിയായി കഴിച്ചു. അത് അവരും പറയുന്നുണ്ട്, മൂക്കിലോട്ട് കയറിയാൽ പണി കിട്ടുമെന്ന്. കണ്ടോ, മേലത്തെ മുടി വെട്ടണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു കുതിരേനെ ഓണർ പറഞ്ഞു വേണ്ട, അത് വെച്ചേക്കെന്ന് പറയുന്നുണ്ട്. കുതിര അടങ്ങിയിരിക്കുന്നുണ്ട്. എന്ത് രസമല്ല ഗൈസ്. ഇതേപോലത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് കണ്ടു നിൽക്കാൻ നല്ല രസമാണ്. ഇങ്ങനെ ഓരോ വെറൈറ്റി അങ്ങനെ ഓരോ സ്ഥലങ്ങളും പോകുമ്പോൾ ഇതേപോലത്തെ വെറൈറ്റി കാണാൻ പറ്റും. കുതിരേനെ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞത് ആ കുതിര അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി കുതിരയ്ക്കുള്ള ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫുഡ് കൊടുത്ത് അവനെ ആശ്വസിപ്പിക്കുകയാണ്, അവനെ നടത്തിപ്പിക്കുകയാണ്.
എന്തല്ലേ നല്ല രസമുണ്ടല്ലേ ഗൈസ്. തന്നെ ട്രിം ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട്. എൻ്റെ വാലൊക്കെ കാണാൻ അടിപൊളിയല്ലേ, ഒരു രക്ഷയില്ല, ഒരു കിടിലൻ സാധനം. ഫിറോസ്ക്ക് കണ്ടു കഴിഞ്ഞാൽ അതിനെ പിടിച്ചുകൊണ്ട് പോകും. ഫിറോസ്ക്ക് പുതിയ ഡിഷൊക്കെ ഉണ്ടായിക്കളെ. കുതിര അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് അവിടെ സന്തോഷം ഹാപ്പി ആയിരിക്കണം. നമുക്ക് വൈകുന്നേരം പാർക്കിൽ പോകണം. പാർക്കിൽ പോയി പാർക്കിലത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്. അവിടെ കുറേ പരിപാടീസ് ഉണ്ട്. ലേക്കാണ്, ലേക്കിൻ്റെ ചുറ്റിനും നമുക്ക് കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കാണാം, നമുക്ക് നോക്കാം, നമുക്ക് ഫുള്ള് നമുക്ക് കവർ ചെയ്ത് വീഡിയോ ഒക്കെ എടുക്കാം. ഗൈസ് ഫുഡൊക്കെ കഴിച്ചതാ നമ്മളൊരു ഉച്ച കഴിഞ്ഞതാ പാർക്കിലേക്ക് ഇറങ്ങുകയാണ്. സമയം ഒരു 3 മണി 4 മണിയൊക്കെ ആയി. ഇവിടുന്ന് നമുക്ക് പതുക്കനെ അങ്ങോട്ട് നടക്കാം. ഇപ്പോൾ വണ്ടിയും കൊണ്ട് ആൾ വരും. ഇപ്പോൾ നമുക്ക് പതുക്കനതൊക്കെ നടന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് ഇങ്ങനെ പതുക്കനെ പോവാം. ഇതാണ് കോയമ്പത്തൂരത്തെ ഒരു കടയും കാര്യങ്ങളൊക്കെയാണ്. അതൊരു കാഫെയാണ്. ഇതൊരു വലിപ്പം മുന്നിൽ കൂടെ നടന്നു പോകുന്നുണ്ട്. വണ്ടികളൊക്കെ കുറവാണ് ഗൈസ്. വണ്ടി ഇന്ന് കുറവാണ്. ഇന്ന് സൺഡേ ഒക്കെ ആയതുകൊണ്ട് വണ്ടികളൊക്കെ ഇറങ്ങാൻ കുറവാണ്. അല്ലെങ്കിൽ നിറച്ചും വണ്ടി ഇരിക്കും. ഇതൊരു കരിക്ക് കടയാണത്. കരിക്കുണ്ട്, പിന്നെ മഞ്ഞ കരിക്കുണ്ട് ഗൈസ്. നമ്മളിതാ വണ്ടി വന്നിട്ടുണ്ട്. വണ്ടി കയറുകയാണ്. വണ്ടി കയറി നേരെ നമ്മൾ പോകുന്നത് പാർക്കിലേക്കാണ്. പാർക്കിൽ പോയി അവിടുത്തെ കാഴ്ചകൾ നമ്മൾ പോകുന്ന റൂട്ടാണ്. നമ്മൾ ഉൾഗ്രാമങ്ങളിലൂടെ പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒരു ദിവസം ടൗണ് മാറി നമുക്ക് ഉൾഗ്രാമങ്ങളിലേക്ക് പോവാം. ഉൾഗ്രാമം ആ ഒരു വഴി എന്തായാലും നമുക്ക് പോവാം. ഇവിടെ ഒന്ന് പരമാവധി കവർ ചെയ്ത് ഫുള്ള് തീർക്കട്ടെ. തീർന്നു കഴിഞ്ഞിട്ട് നമ്മളെന്തായാലും കുറച്ച് ഉൾഗ്രാമത്തിലേക്ക് എന്തായാലും പോകുന്നുണ്ട്. എല്ലാത്തിൻ്റെ ഉൾഗ്രാമം നമ്മൾ കണ്ടിരിക്കും. അവിടുത്തെ ജീവിതം, അവിടുത്തെ എല്ലാം നമ്മൾ നാഗരികത എല്ലാം നമ്മൾ കണ്ട് അടിപൊളിയായിട്ട് അത് ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. ആ മഞ്ഞ കാണുന്ന ലോറി കേസ്, ആ മഞ്ഞ ലോറി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വേസ്റ്റൊക്കെ പിക്ക് ചെയ്തിട്ട് കൊണ്ടുപോയി കളയുന്ന ലോറിയാണ് കേസ്. ഇവിടുത്തെ സർക്കാരിൻ്റെ ലോറിയാണ് ഈ കാണുന്നത്. കേസ് ഒരു ബസ് മുന്നിൽ കൂടെ അവർ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. എൻ്റെ മോനെ രക്ഷപ്പെട്ടു. അത് കേസ് അവിടെ കണ്ടു. ഒരു കാളേൻ്റെ പ്രതിമ ഉണ്ടോ? ഒരു കർഷകൻ എന്താ പറയുക ഉഴുതുമറിക്കുന്ന ഒരു പ്രതിമയാണ് അവിടെ. നമ്മളെ പാർക്കെത്തിയതാണ്. നമ്മളെ പാർക്കത്തെ ഫ്രണ്ടിൽ കാണുന്ന പാർക്കാണ്. ഞാനിപ്പോൾ ഇവിടെ ഇറങ്ങും. ഇവിടെ ഇറങ്ങി നേരെ പാർക്കിലേക്കാണ്. ഇതാണ് പാർക്ക് കേസ്. നല്ല വിശാലമായ ഒരു ചെറിയ തടാകം. അവിടെ ഒരു മീൻ ചൂണ്ടിട്ട് നിൽക്കുന്നു ചേട്ടന്മാർ. കാണുന്നറിയാം, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതാ വണ്ടികൾ പോകുന്നുണ്ട് കേസ്. അതവിടെ കണ്ടോ, അവിടെ നമ്മൾ കാളൻ്റെ പ്രതിമ. അതാ ദൂരെ കാളൻ്റെ പ്രതിമ കൂടെ ഉണ്ട്. അങ്ങോട്ട് ഇങ്ങനെ അങ്ങ് പോട്ടെ. അതവിടെ നോക്കൂ, അവിടെ ഏതോ ചേട്ടൻ വണ്ടിയിൽ എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇതാണ് ഈ ഹൈവേനെ തൊട്ടപ്പുറത്ത് ഈ പാർക്കൊക്കെ വരുന്നത്. മേലെ പാലവും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്നാണ് ഒരു സർക്കിളാണ്. ഇവിടുന്ന് ഓരോ റൂട്ടിലേക്ക് തിരിയുന്ന ഒരു സ്ഥലമാണ് ഇവിടെ പാർക്കിൻ്റെ ഫ്രണ്ടിലൊരു തടാകമുണ്ട്. കുറേ പേര് ചൂണ്ടയും കാര്യങ്ങളൊക്കെ ഇട്ട് മീനൊക്കെ പിടിക്കുന്നുണ്ട്. കുറേ പേര് അവിടെ ഇരിക്കുന്നുണ്ട്. നല്ല തണലാണ് ഗൈസ്. ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ അടിപൊളിയാണ്. നല്ല കാറ്റുണ്ട്, അടിപൊളിയാണ്. രക്ഷയില്ല ഗൈസ്. അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വെള്ളത്തിന് നല്ല ക്ലീൻ വെള്ളം കേട്ടോ. ഷവറും കാര്യങ്ങളും വന്നിട്ട് ഒന്നും ഇതിലേക്ക് ഇടുന്നൊന്നുമില്ല. ക്ലീൻ വെള്ളമാണ്. നല്ല ഫ്രഷ് എയറാണ്. നല്ല കാറ്റാണ്. നല്ല കൂളിംഗ് ആണ് ഗൈസ്. ഇവിടെ ഉറങ്ങിപ്പോവും. ഇവിടെ വേണമെങ്കിൽ ഗൈസ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വെള്ളം കയറും. ഇത് നിറയുന്ന പറയുന്നത് നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ലേക്ക് ഫുള്ള് നിറയും. റോട്ടിലേക്ക് വെള്ളം ഇറങ്ങും. അങ്ങനെയാണ് വരുന്നത്. നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലേക്കും വെള്ളം കയറും. ഇപ്പോൾ ഈ ലേക്കിന് പരിസരമുള്ള എല്ലാ വീട്ടിലേക്കും വെള്ളം കയറും. അത് കണ്ടോ ഗൈസ്, അവിടെ കണ്ടോ ഒരു ഫാമിലി അവിടെ ചൂണ്ടയൊക്കെ ഇട്ടിട്ട് മീനൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടെന്ന്. സൺഡേ ഒക്കെ അല്ലേ, അപ്പോൾ അവരുടേതായ പരിപാടിയിലാണ്. അതുകൊണ്ട് ആ ദൂരെ കണ്ടോ ശരി മല കണ്ടോ? അത് നമുക്ക് എന്താ പറയുക, അപ്പുറം പാലക്കാടാണ് കാണുന്നത് ഇവിടെ. പക്ഷേ അതിൽ റൂട്ടൊക്കെ പോകും. വാളയാറ് ചെക്ക് പോസ്റ്റൊക്കെ ആ സൈഡിലാണ്.
അതിൽ നമുക്ക് എന്തായാലും പോകണം കേസ് ദിവസം നമ്മൾ വണ്ടി പിടിച്ച് അതിൽ പോയിരിക്കും. സെൻട്രലിൽ ഒരു ചെറിയ ദ്വീപൊക്കെ ഉണ്ട്. ആ ദ്വീപിലേക്ക് ഒരു കൊട്ടത്തോണി ഇട്ട് നമുക്ക് തുഴഞ്ഞ് പോകുമായിരുന്നു. അവിടെ എന്താ അവസ്ഥ എന്നറിയില്ല, അവിടെ ചെന്ന് പെട്ടുകൊണ്ട അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല. ഏകദേശം ഈവനിങ് ആയിട്ടുണ്ട്. നല്ല രീതിക്ക് എന്താ പറയുക, വെളിച്ചമൊക്കെ പോയിട്ടുണ്ട്. നല്ല അടിപൊളി ക്ലൈമറ്റ്, സൂര്യനൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട് ഗൈസ്. പിന്നെ തൊട്ടപ്പുറം ഒരു മഴവില്ല ഗൈസ്, ഒരു അടിപൊളി റെയിൻബോ കാണാൻ പറ്റും. അത് ക്യാമറ എത്രത്തോളം പതിയുണ്ടെന്ന് അറിയില്ല, പക്ഷെ കിടിലൻ റെയിൻബോ. ആ ലേക്കിൻ്റെ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് ഒരു ക്രോസ് ചെയ്യുന്ന മാതിരി ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഗൈസ്. നല്ലൊരു തണുത്ത കാറ്റും. പിന്നെ ചേട്ടനൊരു മീൻ പിടിക്കുന്നുണ്ട്. ചേട്ടൻ അവിടെ നിന്ന് ഇവിടെ വരെ എത്തിയതാണ് മീൻ പിടിക്കാൻ വേണ്ടി. തുഴഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞ് ഇവിടെ എത്തി. പിന്നെ ഒരു നീർക്കാക്ക ഉള്ളിലോട്ട് പോയിട്ടുണ്ട്. അവനങ്ങനെ മുങ്ങി അങ്ങനെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ വന്നാൽ ഇവിടെ നല്ല ഫ്രൂട്ട്സൊക്കെ കിട്ടും. മാങ്ങ ഉപ്പിലിട്ടത്, മാങ്ങ മുളകിലിട്ടത്. ഞാനൊരു മാങ്ങ മുളകിലിട്ടത് മേടിച്ചു. അതുകൊണ്ട് ചേട്ടൻ അടിപൊളിയായിട്ട് അവിടെ കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഞാനൊരു മുളകിലിട്ടതും പിന്നെ ഒരു തണ്ണിമത്തനും മേടിച്ച് ഇനി അതും കഴിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാം. ഇനി ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ ഇവിടെ കാണാനായിട്ട്. പിന്നെ അപ്പുറം ഒരു പാർക്കുണ്ട്. പാർക്കിൽ നിന്ന് പോയി അതും കൂടി കാണാം. ഇവിടെ കണ്ടോ ഗൈസ്, ഇവിടെ ഒരു പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ടൊരു സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അടിപൊളിയാണ്. പിന്നെ അപ്പുറം കണ്ടോ, അപ്പുറം ഒരു ലേക്കുണ്ട്. ആ ലേക്കിൻ്റെ പക്കത്തോടെ ഒരു പാലം പോകുന്നുണ്ട്. ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടാണ്. ഇവിടെ എല്ലാവരും നിരന്ന് ഫോട്ടോ എടുക്കും. അങ്ങനത്തെ ഒരു സ്പോട്ടാണ് ഇവിടെ. നല്ല ഇരുട്ടായിട്ടുണ്ട്. നമ്മൾ ഇപ്പം ഇറങ്ങിയതല്ലേ, ഇതിപ്പോൾ നല്ല ഇരുട്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ അപ്പുറം ഭാഗത്തോട്ട് പോകണം. അവിടെ പാർക്കുണ്ട്, പാർക്കിൽ പോയി കുറച്ച് ഇരിക്കാം നമുക്ക്. ഒരു മാങ്ങ എടുക്കണം ഗൈസ്. തണ്ണത്ത് കഴിഞ്ഞു. ഈ റൂട്ട് നേരെ പൊള്ളാച്ചി ആ ഏരിയയിലേക്ക് പോകുന്ന റൂട്ടാണ്. അപ്പുറം കാണുന്ന റോഡ് ഉണ്ട്, ആ റോഡ് പൊള്ളാച്ചി. പിന്നെ കേരളത്തിലോട്ട് പോകുന്ന റൂട്ടാണ്. അതിൽ ബസ്, കേരള ബസ്സൊക്കെ പോകുന്നതാണ്. ഇടയ്ക്കയിൽ ഇങ്ങനെ നമ്മൾ ആനവണ്ടിയൊക്കെ വെച്ച് തിരുപ്പഞ്ഞ് പോകുന്നതാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കോയമ്പത്തൂർ ടൗണിൽ വാളയംകുളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. വാളയംകുളം ബീച്ച് എന്നാണ്, വാളയംകുളം പാർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ബീച്ച് എന്നിട്ടോ, സോറി കേസ്, വാളയംകുളം പാർക്കാണ്. കോയമ്പത്തൂർ വരികയാണെങ്കിൽ കുറച്ച് സമാധാനത്തോടൊക്കെ ഇരിക്കണമെങ്കിൽ തോന്നുകയാണെങ്കിൽ വേറെ വാളയംകുളം പാർക്കിലേക്ക് ഒരു വൈകുന്നേരം ടൈമിലൊക്കെ ആണെങ്കിൽ ഇവിടെ ഇരിക്കാം. കുറച്ച് നേരം സമാധാനമായിട്ട് ഇരുന്ന് വ്യൂ ഒക്കെ കണ്ട് പതുക്കെ പോവാം. പിന്നെ ഇവിടെ റൂമൊക്കെ ഒരുപാട് ചെറിയ പൈസക്ക് റൂമൊക്കെ അവൈലബിൾ ആണ് ആ സൈഡിലൊക്കെ. അപ്പോൾ റൂമൊക്കെ എടുത്ത് ബാക്കിയുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ കണ്ട് പതിയെ പോകാമല്ലോ. ഒരു മഴയൊക്കെ പെയ്തിട്ടേ ഇങ്ങനെ ഫ്ലോറിൽ ചെറിയ വെള്ളമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് തെന്നുന്നുണ്ട്. അപ്പോൾ പതിയെ പോവാണ്. ഒരുപാട് വണ്ടികളുണ്ട് കേസ്. ഇപ്പോൾ നേരത്തെ വണ്ടിയൊന്നുമില്ല, ഇപ്പോൾ ഒരുപാട് വണ്ടി. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ എല്ലാവരും പുറത്തിറങ്ങി ടൗൺ അവിടെ ഇവിടെ സ്ട്രീറ്റ് ഫുഡ് അങ്ങനെ ഒരു പരിപാടിയായിട്ട് എല്ലാവരും ഇറങ്ങും. നല്ല വണ്ടികളാണ് കേസ്. അങ്ങനെ കേസ് നമ്മൾ റോഡ് ക്രോസ് ചെയ്തത് ഇപ്പുറ സൈഡ് എത്തിയിട്ടുണ്ട്. ഞാൻ കാണിച്ചെന്നില്ല, കൈ ചുട്ടി കാണിച്ചെന്നില്ല. അപ്പുറത്തെ ലേക്ക് സൈഡ് അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നടന്ന് അപ്പുറ സൈഡ് പോയാൽ മതി. ഇവിടെ ഇങ്ങനെ ചിൽഡ്രൻസിന് കളിക്കാൻ പറ്റും ഓരോ ആക്ടിവിറ്റീസൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ നമുക്ക് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാം. എന്നിട്ട് അപ്പുറത്തേക്ക് പോവാം. ഇവിടെ എന്താ നടക്കുന്നതൊക്കെ നോക്കിയിട്ട്. ഇല്ല പുള്ളപ്പെടുക്കാൻ പറ്റുമോ ഏറ്റല്ലേ?
ആ പുഴ പിടിക്കാൻ സ്ഥലം നോക്കാം. അല്ല നീ ഇതിലേക്ക് കയറി അപ്പുറത്ത് വഴിയിരുന്നു കയറ്. ഓ വച്ചോടാ ചേച്ചിരെ കയറ്. പിന്നെ ചെക്കന് ഞാൻ ഇല്ലാത്ത ആത്മധൈര്യം കൊടുത്തത് കയറ്റിപ്പിക്കുന്നുണ്ട് കേസ്. ഇനിയിപ്പോൾ ഞാൻ നിലത്ത് വീണിട്ട് ഇവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. ചെക്കൻ അവിടെ കിടന്ന് ലോക്കായി എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യും. കുറച്ച് ആത്മവിശ്വാസമൊക്കെ കൊടുത്ത് കയറ്റി വിട്ടവനെ നമുക്ക് ഇവനെ കൊണ്ട് പുള്ളപ്പടിപ്പിക്കാൻ കേസ്. ഇവനെ ഞാൻ പുള്ളപ്പടിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കാം. ഇവരെവിടെയെങ്കിലും ഉണ്ടാകും പുള്ളപ്പടിപ്പിക്കുന്ന സ്ഥലം. അവിടെ ചെന്ന് നമ്മൾ ഇവന് കേസ്. അവിടെ ഒരു ബാസ്കറ്റ് ബോൾ കോർട്ടൊക്കെ ഉണ്ട്. അതായത് നമ്മൾ പുള്ളപ്പടിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചിരിക്കുന്നു. അതാണ് നമ്മൾ രജിയിൽ പുള്ളപ്പടിക്കാനുള്ള പരിപാടിയാണ്. ഇതിലവിടെ കിടന്ന് ആടുന്നൊക്കെ ഉണ്ട്. അടിക്കുമോ ആവോ? കുറച്ച് ആത്മധൈര്യം കൊടുക്കാം. കേസ് അടിച്ചു കേസ്. എന്നാൽ ചെക്കൻ പുള്ളപ്പ് അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒന്നും പറയാനില്ല, ചെക്കൻ പുള്ളപ്പ് അടിച്ചു. എന്നാൽ നമുക്ക് ആ ഒരു ബാസ്കറ്റ് ബോൾ കോർട്ടിലേക്കാണ് നമ്മുടെ കണ്ണ്. നമുക്ക് അവിടെ പോയി ബോൾ മേടിച്ച് കളിക്കാൻ പറ്റാൻ നോക്കാം. നമുക്ക് ജസ്റ്റ് ഒരു പ്ലേ ഒക്കെ ഇട്ട് ഒന്ന് വാമപ്പായി ഒന്ന് എൻ്റർടൈൻമെൻ്റ് ആവാം. ഗൈസ് നമ്മളെ ഫ്രണ്ടോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ബോൾ മേടിച്ച് നേരെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് വാമപ്പാവണം. എന്നിട്ട് കുറച്ച് നേരം പ്ലേ ചെയ്തിട്ട് നമുക്ക് നേരെ വീട്ടിൽ ഞാനത് ഇപ്പോൾ വരാമെന്നിട്ട് ഇറങ്ങിയത്. വൈകുന്നേരം വരാമെന്നിട്ട് ഇറങ്ങി ഞാനാണ്. ഇപ്പോൾ കോയമ്പത്തൂർ 2ാമത്തെ ദിവസമായി. വീട്ടിൽ നിന്നൊക്കെ ഒരേ വിളിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചു പോകണം. വീട്ടിൽ പോയി ഇന്ന് അമ്മേൻ്റെ തലയൊക്കെ കാണിച്ച് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങും. ഇഷ്ടംപോലെ ടൈം ഉണ്ടല്ലോ. നമ്മളെന്തായാലും ഫുൾ സ്ഥലവും കവർ ചെയ്ത് നമ്മൾ അടിപൊളിയായിട്ട് വരും ഗൈസ്. എവിടെയാ? ചെക്കന്മാരെ കളിയാ ഗൈസ്. ഗൈസ് നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം ഗൈസ്. നിങ്ങളത് കണ്ടിട്ട് എന്താ തോന്നുന്നു ഗൈസ്? അതല്ല ഗൈസ്. നോക്കൂ ഗൈസ്. ഇതെന്താണെന്ന് മനസ്സിലായി ഗൈസ്? പറയും ഗൈസ്. ഗൈസ് കളിയൊക്കെ നിർത്തി ഗൈസ്. കുറച്ച് നേരം കളിച്ച് ഒരു 1/2 മണിക്കൂർ കൂടെ കളിച്ചു ഗൈസ്. നമ്മുടെ മച്ചാൻ അവിടെ ഉണ്ട്. ചെക്കൻ അടിപൊളി പ്ലെയറാണ്. തരുൺ ബോയ്. മച്ചാ തരുൺ. ഓക്കെ ബൈ ബ്രോ. ബൈ. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ ഇപ്പുറത്തേക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്, ഇപ്പുറത്തോട്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, കാണാം.